ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ആട്ടപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനൊരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 ml സ്പൂണാണ് കേട്ടോ. സാധാരണ സ്പൂണ് 5 ml ആണ്. 15 ml ആകുമ്പോൾ നമ്മൾ ടേബിൾ സ്പൂൺ എന്ന് പറയും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത പാലല്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കുക. പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ചേർക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് 2 ഇതായിട്ട് കുറേശ്ശായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മൈദയൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് പാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാനോ അല്ലെങ്കിൽ ഒരു തവയോ ചൂടാക്കിയതിന് ശേഷം ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഓരോ ചെറിയ പാൻ കേക്കായിട്ട് ഇത് ചുട്ടെടുക്കാം. ചെറിയ തീയിൽ വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാം. അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നല്ല ഹോളായിട്ട് ആരെടുത്തിട്ട് നല്ല പാൻ കേക്കായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് മുഴുവനായിട്ട് വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചാൽ മതി, എന്നാലേ അടിഭാഗമൊക്കെ കരിയാണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 പിയർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാനിലിട്ടിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പിയറോ ആപ്പിളോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിയർ തന്നെ നിർബന്ധമല്ലേ, ആപ്പിളാണെങ്കിൽ അതാവും നല്ലത്. ഇതിലേക്ക് കുറച്ച് പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പട്ടയുടെ പൊടി നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. സിനമൺ പൗഡറാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല പോലെ ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ ഇതിൽ കടന്നിട്ട് ഈ പിയർ നല്ല പോലെ വെന്തിട്ടൊന്ന് വറ്റി വരണം. ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൻ കേക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിയർ തന്നെ നിർബന്ധമല്ലേ, ആപ്പിൾ ആണെങ്കിലും അതാവും നല്ലത്. അപ്പോൾ ഞാൻ ആപ്പിൾ ഇല്ലാത്തതുകൊണ്ട് പിയർ എടുത്തു എന്നുള്ളൂ. ഇനി ഒന്നും വേണ്ട, ജാം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ജാം സ്പ്രെഡ് ചെയ്തിട്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൈദയൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് നല്ല രീതിയിൽ പാൻ കേക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഇനി നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പഴവും തേങ്ങയൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. രാവിലേക്കോ വൈകുന്നേരത്തിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.